എല്ലാവർക്കും നമസ്കാരം. ഓം നമ ശിവായ. വീട്ടിൽ പരമശിവനെ പൂജിക്കുന്നത് ഭാരതീയ ആത്മീയ ജീവിതത്തിലെ ഒരു പ്രധാനമായ ആചാരമാണ്. ശിവപൂജ വളരെ ലളിതവും അതേസമയം ആഴമുള്ളതുമായ ഒരു ആരാധനാ രീതിയാണ്. ഭക്തിയും ശുദ്ധിയുമുള്ള മനസ്സോടെ ചെയ്യുന്ന പ്രാർത്ഥന ശിവന് ഏറ്റവും പ്രിയമാണ്. വീട്ടിൽ ശിവപൂജ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ശുചിത്വമാണ്. പൂജയ്ക്ക് മുമ്പ് ശരീരശുദ്ധി പാലിച്ച് കുളിച്ചിരിക്കണം. പൂജാമുറി അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം. ശിവൻ ശുദ്ധിയെ ഏറെ പ്രാധാന്യമുള്ള ദൈവമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ പരിസരവും മനസ്സും ശുദ്ധമായിരിക്കണം. ശിവപൂജയിൽ ബില്വപത്രം അഥവാ കൂവളയിലേക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. 3 ഇലകൾ ചേർന്ന ബില്വപത്രം ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇത് സമർപ്പിക്കുന്നത് വലിയ പുണ്യഫലം നൽകുമെന്ന് വിശ്വസിക്കുന്നു. ഇലകൾ കേടായതോ പൊട്ടിയതോ ആയിരിക്കരുത്. ശരിയായ രീതിയിൽ ശിവലിംഗത്തിന് മുകളിൽ വയ്ക്കണം. പ്രത്യേകിച്ച് പ്രദോഷം, ശിവരാത്രി പോലുള്ള ദിവസങ്ങളിൽ ഇതിന് കൂടുതൽ മഹത്വമുണ്ട്. ഒരു ബില്വപത്രം സമർപ്പിക്കുന്നത് 1000 പൂക്കൾക്ക് തുല്യം എന്നൊരു വിശ്വാസവുമുണ്ട്. അഭിഷേകം ശിവപൂജയുടെ പ്രധാന ഭാഗമാണ്. വെള്ളം, പാൽ, തേൻ, തൈര് തുടങ്ങിയവ ഉപയോഗിച്ച് അഭിഷേകം നടത്താം. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും ആത്മീയത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അഭിഷേകം ചെയ്യുമ്പോൾ ശാന്തതയും ഏകാഗ്രതയും പാലിക്കണം. അധികമായി പാഴാക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. മന്ത്രജപം പൂജയുടെ ആത്മാവാണ്. ഓം നമ ശിവായ എന്ന മന്ത്രം വളരെ ശക്തമാണ്. ഈ മന്ത്രം ഭക്തിയോടെ ജപിക്കുന്നത് മനസ്സിന് സമാധാനം നൽകും. കുറഞ്ഞത് 11 പ്രാവശ്യമെങ്കിലും ജപിക്കാം. കഴിയുമെങ്കിൽ 108 പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾ പൂജയിൽ ഒഴിവാക്കേണ്ടതാണ്. തുളസിയില ശിവന് സമർപ്പിക്കരുത്. താഴമ്പൂ ഉപയോഗിക്കരുത്. അശാന്തമായ മനസ്സോടെ പൂജ ചെയ്യുന്നത് ഒഴിവാക്കണം. കോപവും നെഗറ്റീവ് ചിന്തകളും ഒഴിവാക്കണം. ശിവപൂജയ്ക്ക് അനുയോജ്യമായ സമയവും പ്രധാനമാണ്. രാവിലത്തെ സമയമാണ് ഏറ്റവും ഉത്തമം. സന്ധ്യാസമയത്തും പൂജ ചെയ്യാം. തിങ്കളാഴ്ച ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. പ്രദോഷ ദിവസങ്ങളിൽ പൂജയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ശിവന് വലിയ ആഡംബരങ്ങൾ ആവശ്യമില്ല. ലളിതമായ ഒരു പൂജ പോലും മതിയാകും. ഒരു തുള്ളി വെള്ളം പോലും ഭക്തിയോടെ സമർപ്പിച്ചാൽ അത് മതിയാകും. ഭക്തിയുടെ സത്യസന്ധതയാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ശിവനെ ഭയത്തോടെയല്ല സ്നേഹത്തോടെ പൂജിക്കണം. അവനെ വിളിക്കുന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കണം. അങ്ങനെ ചെയ്താൽ ശിവൻ എപ്പോഴും അനുഗ്രഹിക്കും. ശിവപൂജ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകും. അത് ആത്മീയ വളർച്ചയ്ക്കും വഴിതെളിക്കും. കൂടാതെ ശിവലിംഗം വീട്ടിൽ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കണം. വടക്കോ കിഴക്കോ ദിശയിൽ പൂജാമുറി ക്രമീകരിക്കുന്നത് നല്ലതാണ്. ശിവലിംഗം നേരിട്ട് നിലത്ത് വയ്ക്കാതെ ഒരു പീഠത്തിൽ വയ്ക്കണം. ദിവസേന ഒരു ചെറിയ ദീപം തെളിയിക്കുന്നത് നല്ല ഊർജം നൽകും. ശിവനോട് ബന്ധപ്പെട്ട വസ്തുക്കൾക്കും പ്രാധാന്യമുണ്ട്. രുദ്രാക്ഷം ധരിക്കുന്നത് ആത്മീയമായ ശാന്തി നൽകും. വിഭൂതി ധരിക്കുന്നത് ശിവഭക്തിയുടെ അടയാളമായി കണക്കാക്കപ്പെടുന്നു. ഇവ മനസ്സിനെ ദൈവചിന്തയിലേക്ക് നയിക്കും. ഉപവാസവും ശിവപൂജയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ്. തിങ്കളാഴ്ച ഉപവാസം നോൽക്കുന്നത് പലരും പിന്തുടരുന്നുണ്ട്. ഇത് ശരീരത്തിനും മനസ്സിനും നിയന്ത്രണം നൽകുന്നു. ഭക്തിയുടെ ആഴം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. കുടുംബത്തോടുകൂടി ശിവപൂജ ചെയ്യുന്നത് വളരെ ശുഭകരമാണ്. ഇത് വീട്ടിൽ ഐക്യവും സമാധാനവും വർദ്ധിപ്പിക്കും. കുട്ടികളിൽ നല്ല മൂല്യങ്ങൾ വളർത്താനും ഇത് സഹായിക്കും.
ശിവനുമായി ബന്ധപ്പെട്ട പവിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും നല്ലതാണ്. ശിവപുരാണം പോലുള്ള ഗ്രന്ഥങ്ങൾ ഭക്തിയെ കൂടുതൽ ശക്തമാക്കും. ഇത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം നൽകും. ശിവക്ഷേത്രങ്ങളിൽ പോകുന്നതും ഒരു നല്ല ശീലമാണ്. അവിടെ ലഭിക്കുന്ന ആത്മീയ ഊർജം മനസ്സിനെ ശുദ്ധമാക്കും. വീട്ടിലെ പൂജയും ക്ഷേത്രദർശനവും ചേർന്നാൽ ഫലം കൂടുതൽ ലഭിക്കും. ധ്യാനം ശിവഭക്തിയുടെ ഒരു പ്രധാന ഭാഗമാണ്. കണ്ണടച്ച് ശിവനെ മനസ്സിൽ ധ്യാനിക്കുന്നത് മനസ്സിന് അത്യന്തം സമാധാനം നൽകും. കൂടാതെ ദിവസേന ഒരു നിമിഷമെങ്കിലും ശിവനോട് നന്ദി പറയുന്ന ശീലം വളർത്തണം. നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും കൃതജ്ഞത പ്രകടിപ്പിക്കുന്നത് ഭക്തിയെ കൂടുതൽ ആഴത്തിലാക്കും. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നാലും ശിവനെ വിശ്വസിച്ച് മുന്നോട്ടു പോകണം. പരീക്ഷണങ്ങളിലൂടെ മനുഷ്യനെ ശക്തനാക്കുന്നവനാണ് ശിവൻ. അവസാനമായി പറയേണ്ടത്, ശിവപൂജ ഒരു പതിവ് മാത്രമല്ല, അതൊരു ആത്മീയ യാത്രയാണ്. ദിവസവും കുറച്ചു സമയം ശിവനെ ഓർക്കുന്നത് പോലും മതിയാകും. അത് മനസ്സിനെ ശക്തമാക്കുകയും ജീവിതം സുഖകരമാക്കുകയും ചെയ്യും. ശിവനെ സത്യസന്ധമായി വിളിക്കുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് വിശ്വാസത്തോടെയും സമാധാനത്തോടെയും ദിവസവും നിങ്ങൾ ശിവനെ ഓർക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.